ഒരു ജാപ്പനീസ് ആയോധന കലയായ കരാട്ടെ, ചൈനീസ് ആയോധന കലയായ കുംഫു, കുംഫുവിന്റെ മത്സര ഇനമായ വുഷു, ഇതെല്ലാം ഒരാളിൽ നിന്നും പഠിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയൊരാളുണ്ട് തൊടുപുഴയിൽ. മാർഷൽ ആർട്സ് രംഗത്ത് തൊടുപുഴയിൽ കഴിഞ്ഞ 43 വർഷമായി പ്രവർത്തിക്കുന്ന അശോകൻ മാസ്റ്റർ തന്റെ അക്കാദമി ഓഫ് ഷാവോലിൻ എന്ന സ്ഥാപനത്തിലൂടെ തൊടുപുഴയിൽ മാത്രമല്ല കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ മാർഷൽ ആർട്സ് അഭ്യസിക്കുന്നു. Five, 6, 7, 8, 9, 10, 1, 2, 3, 4, 5, 1, ha, s, 1, മാർഷൽ ആർട്സ് രംഗത്ത് വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛന് ഈ പഴയ ഒത്തിരി പ്രായമുള്ള ആളാണ്. ഈ പഴയ കാലത്ത് ഇങ്ങനെ വീരകഥകൾ, അതായത് വടക്കംപാട്ടിൽ മറ്റേ ആരോമൽ ചേകവരുടെ മറ്റാരും അങ്ങനെയുള്ള കഥകൾ കേട്ട് വളർന്നൊരു ചെറുപ്പമാണ് എനിക്കുള്ളത്. അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ ഈ വീരകഥകളൊക്കെ കേട്ടുമ്പോൾ ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. അപ്പം മുതൽ ഈ മാർഷൽ ആർട്സിനോട് എനിക്ക് വളരെ കമ്പവും ഇതെങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. അതിനുശേഷം പിന്നെ നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടൗണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അന്നത്തെ കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ ഓർമ്മയായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ, അന്ന് ആദ്യമായിട്ട് തൊടുപുഴയിൽ ഒരു കരാട്ടയുടെ ഒരു ക്ലാസ് കാണുന്നത് PJ ജോസഫാണ്. ഒക്കിനാവോ മാർഷൽ ആർട്സിലെ PJ ജോസഫ് സാറ് മറ്റേ ഇവിടെ യുവരാജാസ് കോളേജിൽ ഇങ്ങനെ കരാട്ടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ വഴി കൂടെ പോകുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ അതിലെ ആൾക്കാർ നടക്കണമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ പല പ്രാവശ്യം ഞാൻ പോയി. അതിനുശേഷം അപ്പോൾ അന്നൊന്നും ചേരാനുള്ള സാമ്പത്തികമോ അതിൻ്റെ മറ്റു വഴികളോ ഒന്നും നമുക്ക് അറിയില്ല. അതിനുശേഷം പിന്നെ IC കോളേജിലൊരു PC തോമസ് എന്നെൻ്റെ ഒരു ഓർമ്മയാണ് ഇതെല്ലാം പറയുന്നത്, കാഞ്ചുക്കാട് കരാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അതും ഞാൻ പോയി നിന്ന് കാണുമായിരുന്നു. അതിനുശേഷം മറ്റേ MA ബേബി ആണ് ക്ലാസ് തുടങ്ങിയത് ഷിറ്റോറിയ സ്റ്റൈലിൽ. ഇന്നിപ്പോൾ പറയുന്നതിൽ പല മാസ്റ്റേഴ്സും ഒന്ന് ജീവിച്ചിരിപ്പില്ല. അന്ന് മറ്റ് ക്ലാസ്സുകൾ, പിന്നെ ഒരു കളരിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ ഓവുരാശ നടത്തുന്നത്. ഈ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള ഒക്കെ അറിവുകളാണ് നമുക്കുള്ളത്. അതിനുശേഷം ഞാൻ ഏകദേശം ഇപ്പം ഇത് ഈ കഴിഞ്ഞ ദിവസം 42 വർഷം കഴിഞ്ഞു, 43ാമത്തെ വർഷത്തിൽ പഠിപ്പീര് തുടങ്ങിയിട്ട്. അപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചേരുന്നത് ബേബി മാഷിൻ്റെ ക്ലാസ്സിലാണ്. അത് ന്യൂ കൈഷിൻകാൻ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ലാസ് ആയിരുന്നു. അവിടെ ആണ് ഔദ്യോഗികമായിട്ട് ഞാൻ ചേരുന്നത്. ചേരുന്ന ആ വർഷം മുതൽ നമ്മൾ പഠിപ്പിക്കാനും പുറത്ത് പഠിപ്പിക്കാനും തുടങ്ങി. കരാട്ടെ, കുംഫു, കളരി ഇവയെല്ലാം ആയുധ പ്രയോഗങ്ങളും കൈകാൽ പ്രയോഗങ്ങളുമാണെങ്കിലും ആക്ഷൻസിലും ഫോംസിലും വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങളെ കൃത്യമായി തന്റെ ശിഷ്യരിലെത്തിച്ച് അവരെ ഒരു മികച്ച യോദ്ധാവാക്കുന്നതിൽ അശോകൻ മാസ്റ്റർ അതീവ ശ്രദ്ധാലുവാണ്. ഇപ്പം ധാരാളം കുട്ടികളുണ്ട്, കരാട്ടെ ക്ലാസ്സുകളൊക്കെ നടത്തി വരുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു സമയത്താണ് ഇവിടെ ഈ കുംഫുവിനോടൊരു താല്പര്യം തോന്നുകയും ആദ്യമായിട്ട് ഇവിടെ വരുന്ന IC കോളേജിലെ മൺസൂരിയ കുംഫുവാണ്. മൺസൂരിയ കുംഫു വന്ന അന്ന് സിഫു R ശേഖറാണ് അത് കൊണ്ടുവന്നത്. അതും ബേമാഷ് തന്നെ കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞു. അത് കുറച്ച് നാൾ അതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ ചൈനീസ് കുംഫു വരുന്നു. ഇന്ത്യ കോളേജിൽ വെച്ച് ആദ്യത്തെ ഒരു ബ്രൗൺ ബെൽറ്റ് ഗ്രേഡിങ് നടക്കുന്നു.
അന്ന് ML ആൻ്റണി മാഷുണ്ട്, KV ജോൺസൺ സാറുണ്ട്. ആ ബ്രൗണിൻ്റെ ക്യാമ്പിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്തതിന് ശേഷം അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, അന്ന് കരാട്ടെ ഫസ്റ്റ് സെക്കൻഡ് ഡാനാണെന്ന് തോന്നി ഞാൻ. അതിന് ശേഷമാണ് ഞാൻ പിന്നെ അന്ന് അതിൻ്റെ ആ ആക്ഷൻസൊക്കെ വളരെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതിനുശേഷം എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് എനിക്ക് കുംഫു പഠിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. അതിനുശേഷം കൊച്ച് പഠിക്കാറായപ്പോഴത്തേക്ക് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ആൻ്റണി മാസ്റ്റർ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചിരുന്നു. പിന്നെ അന്നുള്ളതിൽ ബേബി മാഷുണ്ടായിരുന്നു, പിന്നെ KV ജോൺസൺ മാഷുണ്ടായിരുന്നു. അവരുടെ കീഴിലാണ് ഞാൻ ആദ്യമായിട്ട് കുംഫു അഭ്യസിച്ചു പോരുന്നത്. കുംഫു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊടുപുഴയിൽ അന്ന് ആദ്യത്തെ കുംഫു അത്ര വ്യാപകമായിട്ട് ഇവിടെ നമുക്കറിവില്ല. തൊടുപുഴയിൽ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് വരുന്നത് ചൈനീസ് കുംഫു ആണ്. ബേബി മാഷ് ഉൾപ്പെടെ ML ആൻ്റണി സാർ ഉൾപ്പെടെ വന്ന ആദ്യത്തെ ബ്രൗൺ ബെൽറ്റ് ഒരു ക്യാമ്പാണ് വെച്ചത്. കരാട്ടെ, കളരി, മറ്റ് ആർട്ടിൽ ഒരു 5 വർഷം പരിചയമുള്ളവർക്ക് ഇതിൻ്റെ ബ്രൗൺ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ അന്നാണ് ആദ്യമായിട്ട് കുംഫുവിൻ്റെ ഒരു ക്ലാസ് തൊടുപുഴ വരുന്നത്. ഇപ്പം നമ്മൾ പറയണത് എൻ്റെ ഓർമ്മയാണ്, ഇതിനപ്പുറം ചരിത്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. കരാട്ടെയാണോ കുംഫു ആണോ കളരിയാണോ ഏതാണ് കൂടുതൽ നല്ലതെന്ന് ചോദിച്ചാൽ എല്ലാ ആയോധന കലകൾക്കും അതിൻ്റെതായ പ്രത്യേകതയും പ്രാധാന്യവുമുണ്ടെന്നാണ് അശോകൻ മാഷിന്റെ അഭിപ്രായം. അഭ്യസിക്കുന്ന വ്യക്തിയുടെ താല്പര്യം പോലെയാണ് ഓരോ ആയോധന കലയുടെയും പഠനം എളുപ്പമാക്കുന്നത്. ഓരോ ആർട്ടിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭരതനാട്യമുണ്ട്, കുച്ചിപ്പുടി എന്ന് പറയുന്ന പോലെ അങ്ങനെ കാണേണ്ടതില്ല. എല്ലാം വ്യത്യസ്തമുണ്ട്. അതിൻ്റെ ഫോംസുകൾക്ക് വ്യത്യാസമുണ്ട്, ആക്ഷൻസുകൾ വ്യത്യാസമുണ്ട്, കൂടുതലും കുറവുമുണ്ട്. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ മത്സര ഇനങ്ങൾ, വെപ്പൺസിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഫോംസിൻ്റെ കാര്യത്തിലും ഒക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ. മറ്റേ ഈ ഫൈറ്റിൻ്റെ രംഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട് ഓരോ ആർട്ടിനും. അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് ഫൈറ്റിങ്ങിലും അത്യാവശ്യം വ്യത്യാസങ്ങളുണ്ട്. ഓരോ നിയമങ്ങളനുസരിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓരോ വ്യക്തിയുടെയും ആവശ്യമനുസരിച്ചാണ് മാർഷൽ ആർട്സിന്റെ പ്രാധാന്യം. ചിലർ ശാരീരിക ആരോഗ്യം നിലനിർത്താനും മറ്റു ചിലർ സ്വയരക്ഷയ്ക്കും വേറെ ചിലർ മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത് പേരും പ്രശസ്തിയും നേടാനും മാർഷൽ ആർട്സ് ഉപയോഗിക്കുന്നുവെന്ന് മാസ്റ്റർ പറയുന്നു. നമ്മൾ ഒരു ആർട്ടിനെയും തള്ളിപ്പറയില്ല, എല്ലാം നല്ലതാണ്. അവരവരുടെ പ്രാക്ടീസും കഴിവും പോലെ ഇരിക്കും കേട്ടോ. പിന്നെ അതെന്തിനാണ് ഉപയോഗിക്കണമെന്നുള്ളത് ഒരു കാര്യവും വളരെ പ്രധാനമാണ്. പല ഉദ്ദേശത്തോടുകൂടി മാർഷൽ ആർട്സ് പഠിക്കാൻ വരുന്നവരുണ്ട്. ഒന്ന് അവരുടെ ബോഡി ഒന്ന് ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്വയരക്ഷ എന്നുള്ള രീതിയിൽ പല ഉദ്ദേശങ്ങളോട് ഒരു ചീത്ത കാര്യത്തിനെന്ന് പറഞ്ഞാൽ ആരും വരില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികാരത്തിന് വേണ്ടിയിട്ടൊക്കെ വരുന്നവരുണ്ട്. ഉപയോഗം അതുപോലെയാണ്. എല്ലാ ആർട്ടും നല്ലതാണ്. അവനവൻ്റെ പരിശീലനമാണ് ഏറ്റവും, അവൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ എല്ലാ കഴിവുകളും. തന്റെ അമ്മാവനിൽ നിന്നും കളരി അഭ്യസിച്ചു തുടങ്ങിയ അശോകൻ മാഷ് പിന്നെ കരാട്ടയിലേക്കും അതിനുശേഷം അധികമാർക്കും പരിചയമില്ലാത്ത വുഷു എന്ന ആയോധന കലയിലേക്കും തിരികുകയായിരുന്നു. കുംഫുവിന്റെ മത്സര ഇനമാണ് വുഷു. കുംഫുവിന് ഗവൺമെന്റ് തലത്തിൽ മത്സര ഇനമില്ല. എന്നാൽ വുഷു ഒരു മത്സര ഇനം കൂടിയായതിനാൽ ധാരാളം വിദ്യാർത്ഥികൾ മാസ്റ്ററിന്റെ കീഴിൽ വുഷു അഭ്യസിക്കുന്നു.
തൊടുപുഴ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലുള്ള NSS ഹാളിൽ എല്ലാ ഞായറാഴ്ചകളിലുമാണ് ക്ലാസ് നടത്തുന്നത്. ആൺകുട്ടികളോടൊപ്പം തന്നെ പെൺകുട്ടികളും മാർഷൽ ആർട്സ് അഭ്യസിക്കുന്നു. മാർഷൽ ആർട്സ് അഭ്യസിക്കുന്നത് കുട്ടികളെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നിലനിർത്തുകയും പഠന മികവും ഒപ്പം ആരോഗ്യപരമായ സാമൂഹ്യ ബന്ധം സൃഷ്ടിച്ചെടുക്കാനും സാധിക്കുന്നു. എൻ്റെ പേര് നീലിമ. ഞാനൊരു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ അക്കാഡമി ഓഫ് ഷാവലിൻ മാർഷൽ ആർട്സിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ 2 ഇയേഴ്സായി. 2 ഇയേഴ്സിലാണ് ഞാനിപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തത്. എനിക്കിത് പഠിച്ചുകൊണ്ട് ഓൺലി ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിട്ടില്ല. ഇത് പഠിച്ചുകൊണ്ട് എനിക്ക് സ്റ്റഡീസിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി. മാർഷൽ ആർട്സ് നോട്ട് ഓൺലി ഫൈറ്റിംഗ് മാത്രമല്ല, പക്ഷേ നമ്മുടെ മെൻ്റലി ഡെവലപ്മെൻറ്റ് കൂടിയാണ്. എല്ലാവരും വിചാരിക്കും മാർഷൽ ആർട്സ് പറഞ്ഞാൽ ഇടിയും കുത്തും ചവിട്ടും മാത്രമേ ഉള്ളൂ, പക്ഷേ അതൊന്നും അല്ല. അത് നമ്മൾ മെൻ്റലി ഒരുപാട് ഡെവലപ്പ് ചെയ്യും. നമ്മുടെ ആങ്കർ ഇഷ്യൂസ്, ആങ്സൈറ്റി ഉള്ളവരും ഡിപ്രഷൻ ഉള്ളവരൊക്കെ ഇതെല്ലാം മാറ്റി നമ്മളൊരു കംപ്ലീറ്റ് പേഴ്സൺ ആക്കി എടുക്കും. ഒരു നല്ല സിറ്റിസൺ ആവാൻ മാർഷൽ ആർട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഒരിക്കലും ഈ 2 ഇയേഴ്സിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ നല്ലൊരു ക്ലാസ്സാണ് ഞങ്ങളുടെ അക്കാഡമി ഓഫ് ഷാവലിൻ മാർഷൽ ആർട്സ്. ഇവിടെ വരുന്ന എല്ലാ സ്റ്റുഡൻറ്റും ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് പോവരുത്, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇത്രയും വർഷം കൊണ്ട് ഇവിടെ വന്ന് ഒരു സ്റ്റുഡൻറ്റിനും എല്ലാവരും ഒരു നല്ല സിറ്റിസനായിട്ട് ഇവിടുന്ന് പോയിട്ടുള്ളൂ. അതുപോലെയാണ് ഞങ്ങളുടെ അശോക് മാസ്റ്റർ ഞങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. കൂടെ തന്നെ ഞങ്ങളുടെ ട്രെയിനറായ സുമേഷ് മാഷും എല്ലാവരും ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്, ജയമാഷൊക്കെ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ്, എൻകറേജ് ചെയ്താണ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വരെ ഇതിൽ നിന്നൊരു ഡിസഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടായിട്ടില്ല. 2 ഇയേഴ്സിൽ ഞാൻ വളരെ ഭംഗിയായിട്ടാണ് ബ്ലാക്ക് ബെൽറ്റ് എടുത്തത്. അണ്ടർ നല്ല ട്രെയിനിങ്ങും എല്ലാതും എനിക്ക് കിട്ടി. മാഷിൻ്റെ കീഴിൽ തന്നെ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2022 ഒരു ഹോൾഡറും കൂടിയാണ് ഞാൻ. 60 ഡേയ്സിൽ വിത്തൗട്ട് എനി ബെൽറ്റാണ് എനിക്ക് റെക്കോർഡ് കിട്ടിയത്. സോ എല്ലാവരും മാർഷൽ ആർട്സിനെ ഇഷ്ടപ്പെടണം, മാക്സിമം സ്റ്റുഡൻസ് ഇതിലേക്ക് വരണം. മാർഷൽ ആർട്സ് ഒരിക്കലും ഒരു ബാഡ് ഫീൽഡ് അല്ല, വണ്ടർഫുൾ ഫീൽഡാണ്. Hello, I am Aditya Biju. I study at Village International School and I'm in grade 11B. I've been studying in the Academy of Shaolin Martial Arts for about 4 years right now, from no belt to the brown belt that I have received from last year. Kung Fu, Shaolin martial arts in general, is not just about fighting. It's about mental strength and physical strength combined. It's a balance and duality of both, and it helps you as a human being too. It makes you a good citizen, as the one before me said. It makes you equalize with each other, communication, convenience, like be a better person in today's society overall. Martial arts is about controlling your emotions, your anger, lust, envy, anger, everything that a person struggles within today. So martial arts is not something that should be considered bad. It's something like a self-defense that helps a person to their day-to-day lives. So I think like everyone should try it out, everyone should join. Martial arts is not something that everyone should think badly of. It is a very good thing for today and every day in the modern age. And yeah, thank you. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഈ ക്ലാസ്സിൽ വരാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കാനായിട്ട് തുടങ്ങിയത്. വെക്കേഷൻ ടൈമിൽ ഞങ്ങൾക്ക് 2 മാസത്തെ വെക്കേഷൻ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണം എന്നുള്ള രീതിക്കായിരുന്നു ക്ലാസ്സിൽ ചേർന്നത്. അതിലൂടെ ഞങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമാണ് ഈ ടൈം വരെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞ് ഞങ്ങളിപ്പം യെല്ലോ ബെൽറ്റ് എടുത്ത് കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് ഗ്രീൻ ബെൽറ്റാണ് എടുക്കേണ്ടത്. ഞങ്ങൾ 11th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ദേവിക. അപ്പം ഞങ്ങൾ ഇതിലൂടെ വന്നത് സോഷ്യലായിട്ട്, ഇതിന് മുന്നേ ഇതിൽ ചേരുന്നതിന് മുമ്പ് സോഷ്യലായിട്ട് ഇൻട്രാക്ട് ചെയ്യണോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി ഇത് ചെയ്യുന്നത് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇതിൽ വന്നതോടുകൂടി കൂടുതൽ സെൽഫ് കോൺഫിഡൻസ് കിട്ടുകയാണ് ചെയ്തത്. അത് നല്ല വ്യത്യാസമുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമല്ലാതെ മെൻ്റൽ സ്ട്രെങ്ത്തും കൂടെയാണ് ഇവിടെ വരുന്നതിൽ. ആണ് ഹെൽത്തിന് കൂടുതൽ. ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് നമ്മളതിന് പോകേണ്ടിയിരുന്നു, അപ്പോൾ അവിടെ ചെന്ന് നോക്കുക. അപ്പം ചെന്ന് അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകും. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് റിലീഫ് ഉണ്ടാകും. കൂടുതലായിട്ടും ഇവിടെ വരുമ്പോൾ ഒരു ഹീലിംഗ് പവർ തന്നെ നമുക്ക് കിട്ടുന്നത്. അതുമല്ല നമ്മുടെ സ്റ്റഡീസിൽ ഇത് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാർ ഇവിടെ ഞങ്ങൾക്ക് ഫൈറ്റിംഗ് ഫോംസ് അതിൻ്റെ ട്രെയിനിങ് കൂടെ തന്നെ മെൻ്റൽ സ്ട്രെങ്തിൻ്റെ ട്രെയിനിങ് കൂടെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ സാറ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ അഡ്മിഷൻ്റെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ മത്സരത്തിന് പോയതിൻ്റെയൊക്കെ ബെനിഫിറ്റ് മനസ്സിലായത്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരെക്കാളും ഒരു പടി മേലെ മുൻഗണന കിട്ടുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പെൺപിള്ളേർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇങ്ങനത്തെ ക്ലാസ്സുകളാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്രാവശ്യം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ പെണ്ണുങ്ങളും നേരിടേണ്ട അവസ്ഥകൾ അങ്ങനത്തെയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഓരോരോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിച്ചു വെക്കുന്നത് വളരെയധികം ബെനിഫിറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പേര് ഐശ്വര്യ.
എൻ്റെ മോനിവിടെ പഠിക്കുന്നുണ്ട്, 4 വർഷമായി. വന്നപ്പോൾ വളരെ ഇൻട്രോവേർട്ടായിട്ടൊരാളായിരുന്നു. ഇപ്പോഴും അതേ, എന്നാലും പക്ഷെ ഒത്തിരി വ്യത്യാസമുണ്ട്. കുറച്ചൊക്കെ മിങ്കിൾ ചെയ്യുന്നുണ്ട് ആൾക്കാരോട്. വന്നപ്പോൾ ബോഡിയൊന്നും അത്ര സ്ട്രോങ് അല്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ല സ്ട്രോങ് ആയി. നേരത്തെ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. ഇപ്പം അതൊക്കെ കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാർഷൽ ആർട്സ് അഭ്യസിക്കുന്നത് കുട്ടികളെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നിലനിർത്തുകയും പഠന മികവും ഒപ്പം ആരോഗ്യപരമായ സാമൂഹ്യ ബന്ധം സൃഷ്ടിച്ചെടുക്കാനും സാധിക്കുന്നു. തൊടുപുഴ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലുള്ള NSS ഹാളിൽ എല്ലാ ഞായറാഴ്ചകളിലുമാണ് ക്ലാസ് നടത്തുന്നത്.